അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അമൃത്സറിലെ സുവർണക്ഷേത്ര കവാടത്തിൽ വെച്ചാണ് വധശ്രമം ഉണ്ടായത്. അക്രമി ഖലിസ്ഥാൻ സംഘടനയായ ദൽ ഖൽസ അംഗം നരേൻ സിംഗ് ചൗരയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി. സുരക്ഷാ വീഴ്ചയിൽ പഞ്ചാബ് സർക്കാരിനെതിരെ വിമർശനവുമായി അകാലിദൾ രംഗത്തെത്തി. തലനാരിഴയ്ക്കാണ് പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ സുവർണക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ വെച്ചായിരുന്നു വധശ്രമം. സമീപത്തേക്ക് നടന്നെത്തിയ അക്രമി വെടിയുതിർക്കുകയായിരുന്നു. ബാദലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമിയെ കീഴ്പ്പെടുത്തി. ക്ഷേത്രകവാടത്തിന്റെ ചുവരിലാണ് 2 വെടിയുണ്ടകളും പതിച്ചത്. ഖാലിസ്ഥാൻ സംഘടന ദൽ ഖൽസ അംഗം നരേൻ സിംഗ് ചൗരയാണ് അക്രമിയെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. അക്രമിക്കെതിരെ UAPA കേസ് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത തയ്യാറെടുപ്പുകളോടെയാണ് അക്രമി എത്തിയതെന്ന് പോലീസ്. ਸਾਡੀ ਪੁਲਿਸ ਦੀ ਜਿਹੜੀ ਅਲਰਟਨੈਸ ਹੈ ਔਰ ਜਿਹੜੀ ਡਿਪਲੋਇਮੈਂਟ ਸੀ ਉਹਦੇ ਕਰਕੇ ਇਹ ਸਾਰੀ ਜਿਹੜਾ ਅਟੈਕ ਕੀਤਾ ਗਿਆ ਦੀ ਕੋਸ਼ਿਸ਼ ਕੀਤੀ ਗਈ ਅਟੈਕ ਦੀ ਉਹਨੂੰ ਫਾਇਲ ਕੀਤਾ ਗਿਆ. ਸਾਡੇ ਮੁਲਾਜ਼ਮ ਰਿਸ਼ਪਾਲ ਸਿੰਘ, ਜਸਬੀਰ ਤੇ ਪਰਮਿੰਦਰ ਇਹ 3 ਬੰਦਿਆਂ ਨੇ ਬੜਾ ਅਲਰਟਨੈਸ ਦਾ ਸਬੂਤ ਦਿੱਤਾ. അക്രമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് പിന്നാലെ ബാദലിന്റെ ഭാര്യയും SADയുടെ MP-യുമായ ഹർസിമ്രത് കൗർ സുവർണക്ഷേത്രത്തിലെത്തി. വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും ആം ആദ്മി സർക്കാർ മറുപടി പറയണമെന്നും അകാലിദൾ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ കോൺഗ്രസ് അപലപിച്ചു. മുൻ അകാലിദൾ സർക്കാർ മതപരമായ കുറ്റം ചെയ്തതായി കണ്ടെത്തി സിഖ് മത കോടതിയായ അകാൽ തഖ്ത് വിധിച്ച ശിക്ഷയനുസരിച്ച് സുവർണക്ഷേത്രത്തിൽ കാവൽ ശുചീകരണ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ സുഖ്ബീർ സിംഗ് ബാദലും സഹപ്രവർത്തകരും. 24 ഡൽഹി.